നോമ്പ് തുറക്കുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് ആയ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ട്, പ്രോട്ടീൻ എന്ന പോഷകവും ജലാംശമേറിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുക. റമദാനിലെ നോമ്പ് ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് മെത്തേഡാണ്, അഥവാ പരിപൂർണമായ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയ ഒരു നോമ്പാണ്. അതുകൊണ്ട് തന്നെ 10-12 മണിക്കൂർ നീളുന്ന ഇങ്ങനത്തെ ഒരു നോമ്പിൽ ജലാംശത്തിന്റെ അളവ് ശരീരത്തിൽ വളരെയധികം കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഇലക്ട്രിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന മിനറൽസിന്റെ അഭാവം വരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഇവയെ റീചാർജ് ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ടതും കുടിക്കേണ്ടതുമായ ഭക്ഷണങ്ങളാണ് തണ്ണിമത്തൻ, ഇളനീർ, നേന്ത്രപ്പഴം, യോഗട്ട്, ആട്ടിൻപാൽ, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അവക്കാഡോവും എല്ലാം തന്നെ. ഇതിന്റെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 1 നുള്ളു ഇന്ദുപ്പ് എന്ന നിലയിൽ വെള്ളം കുടിക്കുന്നതിൽ കൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഈ മിനറൽസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ചിക്കൻ, ബീഫ്, മട്ടൺ, ഫിഷ് എന്നിവ സൂപ്പിന്റെ രൂപത്തിൽ കഴിക്കുന്നതാണ് ദഹനത്തിനും ആരോഗ്യത്തിനും നല്ലത്. പരമാവധി ഇവ ചേർത്തുണ്ടാക്കിയ പുഴുക്ക്, കഞ്ഞി പോലോത്തവയാണ് നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ അധികം എളുപ്പമായത്. ഇതിന്റെ കൂടെ ഇലവർഗ്ഗങ്ങൾ ചേർക്കുന്നതും വളരെ നല്ലതാണ്. സിമ്പിൾ ആയ ഒരു നോമ്പ് തരം മീൽ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഈത്തപ്പഴവും വെള്ളവും വെച്ച് നോമ്പ് തുറന്നതിന് ശേഷം തണ്ണിമത്തൻ, ഓറഞ്ച്, നേന്ത്രപ്പഴം കഴിക്കുന്നതും അതിനെ കൂടെ തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്ത നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുന്നതും നല്ലതാണ്. ശേഷം പ്രോട്ടീൻ അടങ്ങിയ മസാല കഞ്ഞി, പുഴുക്കും, അതാണ് ഒരു നല്ല കോംബോ. ചോറ് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മസാല കുറഞ്ഞ മീൻ ബിരിയാണി 2 കൈപ്പിടി എന്ന കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ കൂടെ തന്നെ പച്ചക്കറികളും കൂടെ കഴിക്കുക. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ചവച്ചരച്ച് വേണം കഴിക്കാൻ. ഒരു ഭക്ഷണം വായിലിട്ട് കഴിഞ്ഞാൽ 20 തവണ ചവച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ.